ഇത് കനകോല് പറഞ്ഞിട്ടാണോ വേറെ ഏതെങ്കിലും ബുദ്ധിജീവികൾ പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കത്തോലിക്ക യാക്കോബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമെന്നുള്ളൊരു തിയറി എന്തായിരുന്നാലും നാളിതുവരെ കോൺഗ്രസ് ലീഡർഷിപ്പിൽ ഇത്രയ്ക്കും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ളത് ശരത്ത് ചാനലിൽ പറയുമ്പോഴായിരിക്കും തിരുവഞ്ചൂർ പോലും ഇപ്പൊ ഓർക്കുന്നുണ്ടാവുക. അങ്ങനെയൊന്നും എന്താണെന്നറിയോ? പറയരുത്. അല്ലല്ല പറയാൻ ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പർ ആയിട്ടുള്ള കെ സുധാകരൻ, ആ തൊട്ടു മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ ഇന്ന് ചാനലുകളോട് പറയാണ് കോൺഗ്രസ് മുടിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കുന്ന ആരോ ആണ് എന്നെ മാറ്റിയതെന്ന്. അദ്ദേഹത്തെ മാറ്റിയത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സുധാകരൻ പറഞ്ഞത്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള കെ സുധാകരൻ പറഞ്ഞത് അച്ചടക്ക ലംഘനം അല്ല എന്ന് തീർപ്പ് പറയുന്ന ആരാണെന്നറിയോ? കെ മുരളീധരനാണ്. അദ്ദേഹം ആരായിരുന്നു? മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്നു, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്, തിരിച്ചു വന്ന ആളാണ്, വടകരയിൽ MP ആയിരുന്നു, തൃശ്ശൂർ കൊണ്ടുപോയിട്ട് ഇവരെന്നെ തോൽപ്പിച്ച ആളാണ്. അച്ചടക്ക സമിതി അധ്യക്ഷനല്ലേ ഇത് പറയേണ്ടത്? തിരുവഞ്ചൂരിന് ഒരു പരാതി ഉണ്ടായിട്ടുണ്ടാവില്ല. കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് പരാതി ഉണ്ടായിട്ടുണ്ടാവോ? ഇല്ല. പിന്നെ ശ്രീലാൽ പറഞ്ഞതിനോട് ഇവര് സൈലന്റ് ആയിട്ട് ഇതിനെ അവഗണിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ വിചാരിക്കുന്നില്ല കെ സുധാകരന്റെ ശബ്ദം താഴുമെന്ന്. തന്റെ പ്രതികരണങ്ങളോട് ആരും കൊമ്പ് കോർക്കാതിരിക്കുമ്പോൾ സുധാകരൻ പിന്നെയും പ്രൊവോക്ഡ് ആവാനാണ് സാധ്യത. കൂടുതൽ ശബ്ദത്തിൽ അയാൾ സംസാരിക്കാനാണ് സാധ്യത.